ഒരു പിഴവും വരുത്തരുത്. എന്തെങ്കിലും പാളിച്ച പറ്റിയാ സകലതും തീരും. ഒരു പാളിച്ചയും പറ്റില്ല. ചേച്ചി ധൈര്യമായിട്ടിരിക്കും. കാര്യത്തോട് അടുക്കുമ്പോഴേ ആവശ്യമില്ലാത്തൊരു വെപ്രാളം ഉണ്ട് നിനക്ക്. അതുകൊണ്ട് പറഞ്ഞതാ. അമൃതയുടെ കാര്യത്തിൽ ഞാനൊരബദ്ധം കാണിക്കും. അവളെ സ്വന്തമാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ശരി, അപ്പൊ നീ മാറിക്കോ. കൃത്യസമയത്ത് വന്നോളണം. ശരി ചേച്ചി. ഇവിടെയല്ലേ കാണാന്ന് പറഞ്ഞത്? ആ, ഇവിടെ നിറച്ച ആളുണ്ടാവുന്ന് പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ലല്ലോ. ആ, ഇന്ന് അവധിയല്ലേ, അതുകൊണ്ട് ലൈബ്രറി തുറന്നിട്ടുണ്ടാവില്ല. ലൈബ്രറി ഉണ്ടെങ്കിലല്ലേ ആളുണ്ടാവൂ. എടി, അത് കലാവതിയുടെ കാറല്ലേ? വാ. വരാൻ വൈകിയപ്പോ ഞാൻ ഫോണിൽ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. വാ, കാറിനുള്ളിലിരിക്കാം. വേണ്ട, ഡോക്യുമെന്റ്സ് തന്നാൽ ഞങ്ങൾ അമൃതീശയോട് വിളിച്ച് പറയാം. ഡോക്യുമെന്റ്സ് അല്ലേ എന്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾ കാറിലേക്ക് കയറ്, വായിച്ച് ബോധ്യപ്പെടണ്ടേ? ഇങ്ങോട്ട് തന്നാ മതി, ഞങ്ങൾ നോക്കിക്കോളാം. ഇത്രയ്ക്ക് പേടിയാണോ എന്നെ? രണ്ടുപേരും പോലീസ് ആവാൻ പോകുന്നവരാ, എന്നിട്ടും പേടി. പേടിയല്ല, മുൻകരുതൽ. അത് പോലീസ് ബുദ്ധി തന്നെയാ. ശരി, ഞാൻ വാക്ക് വ്യത്യാസം ചെയ്യുന്നില്ല. ദാ, കിട്ടുന്നില്ല ചേച്ചി. ആദ്യം വിളിച്ചപ്പോ റിംഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ സ്വിച്ച് ഓഫാ. ഈ കുട്ടികൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് എവിടെ പോയിരിക്ക? ഇങ്ങനെ തീ തിന്നാൻ എന്റെ വിധി. കലാവതിന്റെ അടുത്തേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചന്ദ്രൻ സാർ ഒരു വാക്ക് നമ്മളോട് പറയേണ്ടതായിരുന്നു. കലാവതിയെ നേരിടാനൊന്നും കുട്ടികൾക്കാവില്ല. ഫോൺ ഓഫാണെങ്കിൽ എന്തോ കുഴപ്പം പിടിച്ച കാര്യമുണ്ട്. നിങ്ങൾ പേടിക്കുന്ന പോലൊന്നും ആയിരിക്കില്ല കാര്യങ്ങള്. ഈ പ്രായത്തിലുള്ള പിള്ളേര് ചെറിയ കള്ളത്തരങ്ങളൊക്കെ കാണിക്കും. ചിലപ്പോ ഏതെങ്കിലും കൂട്ടുകാരുമായിട്ട് അടിച്ചുപൊളി പാർട്ടിക്ക് പോയതായിരിക്കും. ആദരയ്ക്ക് ആദ്യത്തെ സ്റ്റൈഫന്റ് കിട്ടിയതല്ലേ, ചെലവ് ചെയ്യണോന്ന് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനൊന്നും പോയില്ല എന്റെ കുട്ടികള്. പോയാലും എന്നോട് പറഞ്ഞിട്ടേ പോവും. എന്നാലും അവരുടെ ഫ്രണ്ട്സിന്റെ ആരുടെയെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ വലിയ കൂട്ടുകാരൊന്നും അവർക്കില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരുടെ നമ്പറൊന്നും എനിക്കറിയില്ല. ഇടയ്ക്ക് രണ്ടുപേരും പോയി കാണാറുള്ള ഒരു ഫ്രണ്ടിന്റെ വീട് എനിക്കറിയാം, ഒരു നാൻസി. ഒരിക്കൽ ഞാൻ അവർക്കൊപ്പം അവിടെ പോയിട്ടുമുണ്ട്. അതെവിടെയാ? അത് ശ്രീകാര്യം കഴിഞ്ഞ് കുറച്ച് വലത്തോട്ട് പോണം. കലയമ്മേ, ഞാനൊന്ന് വിളിച്ചു നോക്കിയാലോ? ഒരു കാര്യമില്ല, നാവെടുത്താൽ കള്ളം മാത്രം പറയുന്ന സ്ത്രീയല്ലേ. നമ്മൾ അന്വേഷിക്കുകയാണെന്ന സൂചന അവർക്ക് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.